നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിസിഫ്ലോറ സീരീസിൽ വരുന്ന റോസേസ് ഓർഡറിൽ വരുന്ന ലഗുമിനോസ ഫാമിലിയിലെ ഫസ്റ്റ് സബ് ഫാമിലി ആയിട്ടുള്ള പാപ്പിലിയോണേസിയിലെ ഒരു മെമ്പറാണ്. ക്രോട്ടലേറിയ പല്ലിഡ കിലുക്കാമ്പെട്ടി എന്ന് പറയും. ഹാബിറ്റ് പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ shrub and it is an annual plant. Complete their life cycle within 1 year or 1 season. So ഒരു ആനുവൽ shrub ആണ്. Then habitat terrestrial ആണ്. സ്റ്റെം റൗണ്ട് ആണ്, അതുപോലെ തന്നെ ഹെയർസ് ആബ്സെന്റ് ആണ്. സോ ടെറീറ്റ് ആൻഡ് ഗ്ലാബ്രസ് ആണ്. നെക്സ്റ്റ് ലീഫ് നോക്കുകയാണെങ്കിൽ ലീഫ് കോമ്പൗണ്ടാ. എന്ത് കോമ്പൗണ്ടാ? പാമേറ്റ്ലി കോമ്പൗണ്ടാ. പിടങ്കളിന്റെ ടിപ്പിലാണ് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 ലീഫ്ലെറ്റ്സ് ആണ് പിടങ്കളിന്റെ ടിപ്പിൽ അറേഞ്ച് ചെയ്തത്. സോ ട്രൈഫോളിയേറ്റ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. സോ ലീവ്സ് കോമ്പൗണ്ട് ആണ്, ട്രൈഫോളിയേറ്റ്ലി കോമ്പൗണ്ട് ആണ്. ദെൻ പീറ്റിയോളേറ്റ് ആണ് ലീഫ്ലെറ്റ്സ്. സോ പീറ്റിയോളേറ്റ് ആണ്. സ്റ്റിപ്യൂൾ ആബ്സെന്റ്, എക്സ്റ്റിപ്പുലേറ്റ്. ദെൻ പിടങ്കളുടെ ബേസ് സ്വളന. സോ പൾവിനേറ്റ് ആണ്. ലീഫ് മാർജിൻ എൻഡയർ ആണ്. സർഫസ് സ്മൂത്ത് ആണ്. ഫില്ലോടാക്സി ഇസ് alternate, venation reticulate. So leaves trifoliately compound, petiolate, exstipulate, pulvinate, margin entire, surface smooth, phyllotaxy, alternate, venation reticulate. Next, inflorescence നോക്കുകയാണെങ്കിൽ ഇൻഫ്ലോറസൻസ് റസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അക്രോപിറ്റൽ സക്സഷനിലാണ്. ഓൾഡർ ഫ്ലവർ ബേസിലും ബഡ്സ് ടിപ്പിലുമാണ്. ദെൻ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻഫ്ലോറസൻസ് ആക്സസ് ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ഉള്ളത് റസിമോസ് ഇൻഫ്ലോറസൻസ്. ദെൻ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സിന് സ്റ്റോക്ക് പ്രസന്റ് ആണ് ആൻഡ് ഇൻഫ്ലോറസൻസ് ആക്സസ് അൺബ്രാഞ്ച്ഡാ. സോ ഏതാണ് ഇൻഫ്ലോറസൻസ്? സിമ്പിൾ റസീം ഇൻഫ്ലോറസൻസാ. നമ്മൾ സിമ്പിൾ റസീം ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ പഠിച്ചത് തന്നെ ക്രോട്ട്ലേറിയ പല്ലിഡയാണ്, റസിമോസ് ഇൻഫ്ലോറസൻസിലെ ഫസ്റ്റ് ടൈപ്പ്. സോ ഇൻഫ്ലോറസൻസ് സിമ്പിൾ റസീം ആണ് ആൻഡ് പൊസിഷൻ ഓഫ് ദ ഇൻഫ്ലോറസൻസസ് ടെർമിനൽ. സോ ടെർമിനൽ സിമ്പിൾ റസീം ഇൻഫ്ലോറസൻസ്. സിമ്പിൾ റസീം ഇൻഫ്ലോറസൻസിന്റെ ക്യാരക്ടേഴ്സ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ടിപ്പിലേക്ക് പോകുന്തോറും ബഡ്സ് ചെറുതായി വരുന്നതും, അതേപോലെ ഓരോ ബഡ്സിനും സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ അക്രോപിറ്റൽ സക്സഷനിലുള്ള ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റും ഇൻഫ്ലോറസൻസ് ആക്സിസ് അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതൊക്കെ ഈ വീഡിയോയിൽ ക്ലിയർ ആണ്. ഫ്ലവർ ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് നോക്കാനുള്ളത് കാലിക്സിന്റെ ക്യാരക്ടേഴ്സാണ്. പെറ്റൽ ലോബ്സ് വിരിഞ്ഞിരിക്കുന്ന സമയത്ത് കാലിക്സ് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സെപ്പല് ബഡിലാണ് നോക്കുന്നത്. ഈ ബഡില് നമുക്ക് 5 സെപ്പൽസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. 5 ലോബ്സ്. ദെൻ ബേസൽ പോർഷൻ ഓഫ് ലോബ്സ് ഫ്യൂസ്ഡ് ആണ്. സോ ഗാമോസെപ്പാലസ് ആണ്. പെറ്റൽ ലോബ്സ് തമ്മിൽ ഓവർലാപ്പിംഗ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈസ്റ്റിവേഷൻ വാൽവേറ്റ് ആണ്. So sepals 5, Gamosepalus, estivation, valvate. ഇനി നമുക്ക് പെറ്റൽസിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. This is the standard petal, which is the biggest one. These two are the lateral petals, also called alae or wing petal. ക്രോട്ട്ലേറിയ പല്ലിഡന്റെ ഫ്ലവറിൽ ഏറ്റവും ചെറിയ പെറ്റൽസ് ആണ് ലാറ്ററൽ പെറ്റൽസ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്.
തേർഡ് ടൈപ്പ് പെറ്റലാണ് ബോട്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള കരൈന ഓർ കീൽ പെറ്റൽ. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റൽ കണ്ടു നമ്മൾ ക്രോട്ടലേറിയയിൽ. സ്റ്റാൻഡേർഡ് പെറ്റല്, ലാറ്ററൽ പെറ്റല്, കീൽ പെറ്റല്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റലാണ്. ടോട്ടൽ 5 പെറ്റൽസ് ഉണ്ട്. 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 ലാറ്ററൽ പെറ്റൽസ്, പിന്നെ കീൽ പെറ്റൽ എന്ന് പറഞ്ഞത് 2 പെറ്റൽസ് ജോയിൻ ചെയ്തതാ. സോ ടോട്ടൽ നമ്പർ ഓഫ് പെറ്റൽസ് 5 ആണ്. ദെൻ ഈസ്റ്റിവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാപ്പിലിയോണേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഈസ്റ്റിവേഷൻ ആണ് ഡിസെൻഡിങ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ അല്ലെങ്കിൽ വെക്സിലറി ഈസ്റ്റിവേഷൻ. വെക്സിലറി ഈസ്റ്റിവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് പെറ്റൽ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി ഔട്ടാണെന്ന്. ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്. ഈ ലാറ്ററൽ പെറ്റൽ ഇതിൻ്റെ ഈ സ്റ്റാൻഡേർഡ് പെറ്റലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു മാർജിൻ. ഇതിൻ്റെ ഈ കീൽ പെറ്റലിൻ്റെ പുറത്തുമാണ്. അപ്പം ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് പെറ്റൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഔട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ലാറ്ററൽ പെറ്റൽസ്. ലാറ്ററൽ പെറ്റൽസിൻ്റെ മാർജിൻസ് നോക്കുകയാണെങ്കിൽ ഈ ഇപ്പുറത്തുള്ള മാർജിൻ, അതായത് ഈ മാർജിൻ ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള മാർജിൻ, അത് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ സൈഡിലുള്ള മാർജിനോ ഇതിൻ്റെ പുറത്താണ്. സോ അത് ഇൻ ആൻഡ് ഔട്ടാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണൊരു മാർജിൻ, ഇതിൻ്റെ പുറത്താണൊരു മാർജിൻ അല്ലേ. നമുക്ക് ഇങ്ങനെ വിടർത്തുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ മാർജിൻ, ഇതിൻ്റെ പുറത്ത് ഈ മാർജിൻ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. സോ ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഔട്ട്, ദിസ് ഇസ് ഇൻ ആൻഡ് ഔട്ട്, ദിസ് ഇസ് ഇൻ ആൻഡ് ഔട്ട്. ആൻഡ് ഇത് ഇവിടെ ഫ്യൂസ് ചെയ്തതാണ്. സോ ഇതിൻ്റെ ഈ മാർജിൻ ഈ ഒരു ലാറ്ററൽ പെറ്റലിൻ്റെ ഉള്ളിലാണ്, അപ്പുറത്തെ മാർജിനും അതിൻ്റെ ഉള്ളിലാണ്. ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കീലും ലാറ്ററലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പുറത്തേൻ്റെ ഉള്ളിലാണ്. സോ ദിസ് വൺ ഇസ് കംപ്ലീറ്റ്ലി ഇന്ന്. കീൽ പെറ്റലാണ്, 2 കൂടി ചേർന്നിട്ടാണിത് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ബോട്ട് ഷേപ്പ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. So this is standard petal, then 2 lateral petals remove ചെയ്തു, then നമ്മൾ sepals remove ചെയ്തു. ഇതാണ് നമ്മുടെ കീൽ പെറ്റൽ. ആൻഡ് കീൽ പെറ്റലിൻ്റെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ശരിക്കും ഒരു കീൽ പെറ്റൽ ഇതാണ് ഒരു കീൽ. This one is one keel and another keel is this. ഇതാണ് 2 കീൽ. ഇത് ഫ്യൂസ് ചെയ്തതാണ്. അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് 1 സിംഗിൾ ലാർജ് ബോട്ട് ഷേപ്പ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നോൺ എസെൻഷ്യൽ വേൾഡ്സിലെ കാലിക്സും കൊറോളയും കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് എസെൻഷ്യൽ ഓർഗൻസ് ആണ്. And these essential organs are protected inside the keel petal. So keel petals remove ചെയ്താലാണ് നമുക്ക് ആൻഡ്രീഷും ഗൈനീഷും കാണാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ഓർഗൻസ്. പുറമേ കാണുന്നത് ആൻഡ്രീഷയാണ് ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഗൈനീഷ് ഉണ്ട്. ആൻഡ് ആൻഡ്രീഷ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഫിലമെന്റ്സ് ടിപ്പിലേക്ക് ഫ്രീ ആണ്, ബട്ട് ബേസൽ പോർഷനിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. സോ മൊണാഡ് എൽഫസ് ആണ് സ്റ്റേമൻ. ഫിലമെന്റ്സ് ഫ്യൂസ്ഡ്, ആന്തേഴ്സ് ഫ്രീ. ആൻഡ് നമ്പർ ഓഫ് സ്റ്റേമന് നോക്കിക്കഴിഞ്ഞാൽ 10 സ്റ്റേമൻസാണ്. അതിൽ 5 സ്റ്റേമൻസ് ഒരുപോലെയും 5 സ്റ്റേമൻസ് വേറൊരു പോലെയും. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേമൻസ് ആണ് ക്രോട്ടലേറിയയിലുള്ളത്. 5 സ്റ്റേമൻസിന്റെ ഫിലമെന്റ്സ് വലുതാണ്, അതിൽ ലോങ് ആയിട്ടുള്ള ആന്തർലോബ്സ് ആണ്. 5 സ്റ്റേമൻസിന്റെ ഫിലമെന്റ് ചെറുതാണ്, അതിൽ ഷോർട്ട് ആയിട്ടുള്ള ആന്തർലോബ്സ് ആണ്. ആൻഡ് ഈ സ്റ്റേമൻസ് ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലോങ് ആയിട്ടുള്ള ഫിലമെന്റിന്റെ മുകളിലുള്ള ലോങ് ആന്തർലോബ്സ് ഷോർട്ട് ആയിട്ട് ഫിലമെന്റിന്റെ മുകളിലുള്ള ഷോർട്ട് ആന്തർലോബുമായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വലുത് കഴിഞ്ഞാൽ ഒരു ചെറുത്, പിന്നെ ഒരു വലുത് ഒരു ചെറുത്, അങ്ങനെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റേമൻസ് ക്ലിയർ ആയിട്ട് കാണുക ബഡിലാണ്. സോ നമുക്ക് ബഡ് ഒന്ന് ഡിസെക്ട് ചെയ്ത് നോക്കാം.
So stamens 10 in number, monadelphous, forming a staminal column around gynoecium. 5 stamens have long filament with long anther lobes, and 5 stamens have short filament with short anther lobes. They are arranged alternate to each other. Inside the staminal column there is a gynoecium, which is monocarpellary unilocular. Each carpel has an ovary, style and capitate stigma. At the base of the ovary there is a small stalk-like structure. Placentation is marginal. So ഗൈനീഷ്യത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? മോണോകാർപ്പലറി ആണ്, യൂണിലോക്യുലാർ ആണ്, പെരിഗൈനസ് ഓവറി വിത്ത് മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. നമുക്ക് എങ്ങനെയാ ഇത് മോണോകാർപ്പലറി യൂണിലോക്യുലാർ ആണ് എന്ന് മനസ്സിലാവുക? ഈ ഓവറി ഒരു ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പയറ് പോലത്തെ ഫ്രൂട്ടാണ് കിട്ടുക. പയറു പോലത്തെ ഫ്രൂട്ട് ഏത് ടൈപ്പ് ഓവറീസ് എന്നാ ഡെവലപ്പ് ചെയ്യുക? ഒരു കാർപ്പലും ഒരു ലോക്യൂളും മാർജിനൽ പ്ലാസന്റേഷനും ഉള്ള ഓവറി. This is the fruit of Crotalaria pallida. It is a legume, characteristic fruit of Papilionaceae. ഒരു പയറ് പോലത്തെ ഫ്രൂട്ടാണ്. മോണോകാർപ്പലറി യൂണിലോക്യുലാർ പെരിഗൈനസ് ഓവറിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഫ്രൂട്ടാണ്. It is an example for simple dry dehiscent fruit. At maturity, it dehisces through both the sutures from base to apex.